So yes, ഇന്ത്യയിലുള്ള IITs, NITs, ട്രിപ്പിൾ ITs അതേപോലെ സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെയുള്ള എഞ്ചിനീയറിംഗ് അഡ്മിഷന് വരുന്ന ജോസ അഡ്മിഷൻ കൗൺസിലിംഗ് 2025 ഇതാ ജൂൺ 3 മുതൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ജോസ അഡ്മിഷൻ കൗൺസിലിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത് ഇന്ന് മുതലാണ്, അതായത് ജൂൺ 3 മുതലാണ് അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ NITകളിലേക്കോ IITകളിലേക്കോ അല്ലെങ്കിൽ ട്രിപ്പിൾ ITകളിലേക്കൊക്കെ അഡ്മിഷൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. സോ ഈ ഒരു ജോസ 2025 രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയാറില്ല, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസുകൾ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ജൂൺ 3 മുതലാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 12 വരെയാണ്. അപ്പോൾ ഒരുപാട് സമയമില്ല, നമുക്ക് ജൂൺ 3 മുതൽ ജൂൺ 12 വരെ ഒരു 9-10 ദിവസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, josa.nic.in. നിങ്ങൾ മറന്നു പോകാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ മറന്നു പോവരുതാത്ത ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് റെഗുലർലി നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു വെബ്സൈറ്റാണ് josa.nic.in എന്നുള്ള വെബ്സൈറ്റ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ആവശ്യമുള്ള കോളേജസിൻ്റെ ചോയ്സുകൾ, അതായത് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ അഥവാ നമ്മളുടെ പിന്നെ നമ്മൾ കൊടുക്കുന്ന കോളേജസ്, നമ്മളെ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ടൈം. അതെപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്ക് പിന്നീട് ഇത് ചേഞ്ച് ചെയ്യാനുള്ള യാതൊരുവിധ ഓപ്ഷനും ഇല്ല. നമുക്ക് ആകെ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഓപ്ഷൻസ് നമ്മൾ ആദ്യം കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോളേജസിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ്, അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കോളേജസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള കോഴ്സുകളും അതേപോലെ തന്നെ കോളേജസുകളും IIT, NIT, പിന്നെ അതേപോലെ തന്നെ ട്രിപ്പിൾ ITകൾ, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ അഡ്മിഷനുള്ള കുട്ടികൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കോളേജുകളും കോഴ്സുകളും ഉള്ളത് ഒരു ലിസ്റ്റ് തന്നെ ആദ്യം എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം ഒരുപാട് സമയമില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് പിന്നെ ഒരു എഡിറ്റ് നിങ്ങൾക്ക് എന്തല്ല പോസിബിൾ അല്ല. സോ ഈ ഓപ്ഷൻസ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് റെഫർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇയർ റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് റെഫർ ചെയ്താൽ മതി. ഇനി ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനും നിങ്ങൾ ഈ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജൂൺ 9-നും ജൂൺ 11-നും, അതായത് 12-നാണ് ഇത് എൻഡ് ചെയ്യുന്നത്, ജൂൺ 9-നും ജൂൺ 11-നും നമുക്കൊരു മോക്ക് അലോട്ട്മെന്റ് കിട്ടും. അതായത് നിങ്ങളിപ്പം എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റ് തുറക്കുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നു. ജൂൺ 9 ആകുമ്പോൾ നിങ്ങൾക്കൊരു മോക്ക് അലോട്ട്മെന്റ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ലേ, ഓപ്ഷനുകളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് അലോട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ജൂൺ 12 വരെയാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ജൂൺ 12 കഴിഞ്ഞാൽ പിന്നെ ഈ ചോയ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഓപ്ഷൻ മാറ്റം വരുത്താനോ ഇതൊന്നും ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് ജൂൺ 9-നും 11-നും വരുന്ന മോക്ക് അലോട്ട്മെന്റ് നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ 12-ന് മുന്നായിട്ട് തന്നെ നമുക്കത് ചേഞ്ചസ് വരുത്താൻ പറ്റും. ആ സമയത്ത് മാത്രം. 12-ന് ശേഷം നമുക്ക് എന്തില്ല, യാതൊരുവിധ ഓപ്ഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നിങ്ങൾ കംപ്ലീറ്റ്, അതായത് എന്ത് ചെയ്യുക, മോക്ക് അലോട്ട്മെന്റ്സിൻ്റെ മുന്നേ തന്നെ കംപ്ലീറ്റ് ഫില്ലിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യുക, ചെയ്ത് വെക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 9-നും 11-നും ഉള്ള അലോട്ട്മെന്റ് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഏറ്റവും ലാസ്റ്റ് ഡേറ്റിന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ജൂൺ 12-ന് ശേഷം ഈ ചോയ്സ് അലോക്കേഷൻ എന്ത് ചെയ്യാം, പ്രിഫറൻസ് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ടോട്ടൽ 6 റൗണ്ട്സ് ഓഫ് സീറ്റ് അലോട്ട്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. മൊത്തം 6 റൗണ്ടുകളാണ്. അതിൽ ജൂൺ 14-നാണ് ഫസ്റ്റ് റൗണ്ട് സീറ്റ് അലോക്കേഷൻ വരുന്നത്. പിന്നെ ജൂൺ 21, ജൂൺ 28, ജൂലൈ 4, ജൂലൈ 10, ജൂലൈ 16. ജൂലൈ 16 6 റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ പ്രോസസ് ഫോർ IITs, NITs, ട്രിപ്പിൾ ITs എക്സെട്ര ആണ് നടക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 6 റൗണ്ട് മാത്രമേ IITകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ.
ഓക്കെ, അത് നമ്മളുടെ NIT IIT പോലെ NIT IIITകളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് CSAB എന്ന് പറയുന്ന ഒരു അലോക്കേഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ 6 റൗണ്ടിന് ശേഷം ഒന്നും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടെ ഒരു ചാൻസ് ഉണ്ടാവും. NIT IITകളാണെന്നുണ്ടെങ്കിൽ IITസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഈ 6 റൗണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ IITക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത് JEE അഡ്വാൻസ്ഡ് സ്കോറാണ്. അതേപോലെ NIT IIITs ഒക്കെ ആണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണെന്നുണ്ടെങ്കിൽ JEE മെയിൻ സ്കോർ വെച്ചിട്ടുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. സോ ഇനി ഈ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ടൈം ലൈൻ ഏതൊക്കെ സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. സോ ആദ്യം ജൂൺ 3 മുതലാണ് ഈ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ, കംപ്ലീറ്റ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും തുടങ്ങുന്നത്. അപ്പോൾ ഇത് മുതൽ 12-ാം തീയതി വരെയാണ് നമുക്കിതിന് സമയമുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ജൂൺ 9-നും ജൂൺ 11-നും നമുക്ക് എന്ത് വരുന്നുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ വെച്ചിട്ട് ഒരു മോക്ക് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുത്തുള്ള ചോയ്സ് കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. ചിലപ്പോൾ ഒരു കോളേജ് മുകളിലൊക്കെ ഒരു കോളേജ് താഴേക്കൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. ഇനി ജൂൺ 12-ഓടുകൂടി കംപ്ലീറ്റ് എൻഡ് ആണ്. അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. ജൂൺ 12-ഓടുകൂടി കംപ്ലീറ്റ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും എല്ലാം നിർത്തിവെച്ചു. അതിനുശേഷം പുതിയതായിട്ടുള്ള ഒരു കുട്ടിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഈ വർഷം അവർക്ക് IIT NITകളിലേക്ക് അഡ്മിഷൻ കിട്ടില്ല. ഇനി അതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ചോയ്സുകളിലും യാതൊരുവിധ ചേഞ്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരുത്താൻ പറ്റില്ല. ഇനി നമുക്ക് ജൂൺ 14-നാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് സീറ്റ് അലോട്ട്മെന്റ് നമുക്ക് വരുന്നത്. ആ ജൂൺ 14 നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യണം. അതായത് ഇവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യണം. ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ ഔട്ടാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും IITയിലോ NITയിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് കിട്ടാം. അങ്ങനെ അഡ്മിഷൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫീ പേയ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു ചെറിയ പൈസയാണ്, ഒരു പാർഷ്യൽ ഫീ എന്ന് പറയും. അപ്പം OBC അതേപോലെ ജനറൽ വിഭാഗക്കാർക്കൊക്കെ EWSനൊക്കെ 35,000 ആണ് വരുന്നത്. SC STക്കാർക്ക് 17,500. ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഇത് നേരത്തെ അടയ്ക്കാൻ, അതായത് ഇപ്പോഴേ നിങ്ങൾക്ക് അടയ്ക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് ആ സമയത്ത് ഇപ്പോൾ സൈറ്റൊക്കെ ജാം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിൽ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ അടച്ചു വയ്ക്കാം. ഇനി ഫീ പേയ്മെൻറ്റിന് ശേഷം പിന്നെയുള്ളത് ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ് ആണ്. അതായത് നിങ്ങളിപ്പം റിസർവേഷനിലാണ്, OBCയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ OBCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ഹാജരാക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, April 1, 2025 April 1-ന് ശേഷമുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങളോട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ അതെന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിങ്ങളിവിടെ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നേ ഔട്ടാണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ക്വറി ആയിട്ട് നമ്മളോട് ചോദിക്കും വെബ്സൈറ്റിലൂടെ. അപ്പോൾ ആ ക്വറിക്ക് നമ്മൾ എന്ത് ചെയ്യണം, തക്കതായ റിപ്ലൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയും വേണം. ഇതിലേതെങ്കിലും നമ്മൾ ഫെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ക്വറി നമ്മളുടെ ഇതിലേക്ക് വന്നു, നമ്മളതിന് റിപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഔട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ വെബ്സൈറ്റ് josa.nic.in എന്ന വെബ്സൈറ്റ് നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഏതെങ്കിലും ക്വറീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, അതിന് ക്ലിയർ റെസ്പോൺസസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ എന്ത് ചെയ്യേണ്ടത്. 14-ന് ശേഷം നിങ്ങൾക്ക് സീറ്റ് കിട്ടി, 18 വരെ അതിന് സമയമുള്ളൂ. അതിനുള്ളിലായിട്ട് നിങ്ങളത് ചെയ്ത് തീർക്കണം. അപ്പോൾ ഏതെങ്കിലും IITയിൽ NIT നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് നിങ്ങൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീസ്, ഒന്ന് ഫ്ലോട്ട്, അതേപോലെ തന്നെ ഒന്ന് സ്ലൈഡുമാണ്. 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ആവും. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വേണ്ട, നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ മതി. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, പക്ഷേ ഇനി ഫസ്റ്റ് ഓപ്ഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതെന്ന് വെച്ചാൽ ഫ്രീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്നെ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ സീറ്റ് മതി എന്നാണ് ഫ്രീസിൻ്റെ അർത്ഥം. ഇനി ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾ എടുക്കുന്നു, പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസിലേക്ക് ഇനി വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഫ്ലോട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. 3-ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡാണ്. സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ NIT കാലിക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഒരു CS കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിൽ, അതായത് അതേ NIT കാലിക്കറ്റിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഹയർ കോഴ്സുകളിലേക്ക് മാറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സ്ലൈഡ് ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ മാത്രം അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുക എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ അവിടെ കൊടുക്കേണ്ടതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ഇൻ കേസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്തായിട്ട് മാറും, ഫ്ലോട്ട് ആയിട്ട് മാറും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, ഫ്രീസ് ആയിട്ട് മാറും. ഇനി പിന്നെ നമ്മളുടെ റൗണ്ട് 1 ജൂൺ 18 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ സമയങ്ങളിൽ ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഫീ പേയ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 18 മുന്നായിട്ട് എന്ത് ചെയ്യണം, ഫീ പേയ്മെന്റ് അടച്ച് തീർക്കൽ നിർബന്ധമാണ്. കാരണം ജൂൺ 21 ഇനി അടുത്ത് എന്ത് വരുന്നത്, സീറ്റ് അലോക്കേഷൻ വരുന്നത്. അവിടെയും ഇതേ പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ IIT ഒരാൾക്ക് അഡ്മിഷൻ കിട്ടി. ഏത്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരാൾക്ക് IIT അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യണം, അടുത്ത അലോട്ട്മെന്റിൽ ആൾക്ക് അഡ്മിഷൻ കിട്ടിയത് NIT ആൾക്ക് അത് പോയാൽ മതി. IIT ഏതോ ഒരു കോഴ്സിനാണ് കിട്ടിയത്, പക്ഷേ NIT നല്ലൊരു കോഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് NIT അഡ്മിഷൻ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വീണ്ടും ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും IIT നിന്ന് NIT NIT നിന്ന് IIT മാറുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ഈ ഓൺലൈൻ റിപ്പോർട്ടിംഗ് നമ്മൾ വീണ്ടും വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ക്വറികൾക്കെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, ഒരു IIT കിട്ടി ആദ്യം, രണ്ടാമത്തേൽ നമുക്ക് കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് IIT കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് IIT തന്നെയാണെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. NIT നിന്ന് NIT ആണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ IIT to NIT അല്ലെങ്കിൽ NIT to IIT ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓൺലൈൻ റിപ്പോർട്ടിംഗ് നമ്മൾ വീണ്ടും ചെയ്യണം. ഡോക്യുമെന്റ് അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചെയ്യണം. അപ്പോൾ 21 സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിലും അഡ്മിഷൻ കിട്ടാത്തവർക്ക് നേരെ തേർഡ് റൗണ്ടിലേക്ക് പോകും. സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയവർ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, റെഗുലർലി ചെക്ക് ചെയ്യുന്നു, കൊറീസിനെല്ലാം റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇവർക്കും ഫീ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 25 അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇതിനൊന്നും ഒരുപാട് സമയമില്ല. ഒരുപാട് സമയം നമുക്കില്ല, കുറഞ്ഞ സമയങ്ങളേയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അടുത്തത് ജൂൺ 20 ഇതേപോലെ വീണ്ടും റൗണ്ട് 3 സീറ്റ് അലോട്ട്മെൻറ്റ് വരുന്നു. ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും ഓൺലൈൻ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാകും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഓൺലൈൻ റിപ്പോർട്ടിങ് ചെയ്യണം. IIT നിന്ന് മാറി NIT വേറെ എവിടേക്കോ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓൺലൈൻ റിപ്പോർട്ടിങ് ചെയ്യണം. സെയിം ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 2 എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ 4 സീറ്റ് അലോക്കേഷൻ റൗണ്ട് 4. സെയിം പ്രോസസ്സ് വീണ്ടും ജൂലൈ 8 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ജൂലൈ 10 അടുത്ത റൗണ്ട് 5 വരുന്നു. അതും ജൂലൈ 14 എന്ത് ചെയ്യുന്നത് നമ്മളുടെ എൻഡ് ഓഫ് ദി ഇത് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ജൂലൈ 14 നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, പിന്നെ അതായത് IIT നിങ്ങൾക്ക് ഇവിടെയൊക്കെ അഡ്മിഷൻസ് വരുന്നത്. അതായത് 6 റൗണ്ട് ഓഫ് അഡ്മിഷൻസും ആർക്ക് മാത്രമാണ്, IIT അഡ്മിഷൻസ് മാത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CSAB അലോട്ട്മെൻറ്റിൽ NIT IIT നമ്മൾ എന്ത് ചെയ്യും, പരിഗണിക്കും. അത് വേറെ ഫീസ് അടയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അടച്ചിട്ടുള്ള 35,000 രൂപയില്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾക്ക് IIT ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കിട്ടും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, CSAB അലോട്ട്മെൻറ്റിൽ പോയിട്ട് NIT അഡ്മിഷൻ എടുത്താൽ മതി. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇത് ഫോളോ ചെയ്യണം. അഡ്മിഷൻ എടുത്തിട്ടുണ്ടാണോ ഇല്ലെങ്കിൽ നമുക്ക് ആ പൈസ പോകും. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഈ ജൂലൈ 16 റൗണ്ട് 6 ഫൈനൽ റൗണ്ട് ഓഫ് സീറ്റ് അലോക്കേഷൻ ഫോർ IIT വരുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു IIT കിട്ടിക്കഴിഞ്ഞാൽ റൗണ്ട് 6 നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു IIT എന്തോ ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ കോഴ്സിന് പോയിട്ടുണ്ടാവണം. പിന്നീട് നിങ്ങൾക്ക് എന്തില്ല, IIT നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. IIT നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവണം. റൗണ്ട് 6 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് IIT എക്സിറ്റ് ചെയ്യാൻ എന്തില്ല, ഓപ്ഷൻ ഇല്ല. ഇൻ കേസ് നമ്മൾ ഈ ഓൺലൈൻ റിപ്പോർട്ടിങ്ങും അഡ്മിഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തായി പോകും. ഓക്കെ, സോ ജൂലൈ 16 to ജൂലൈ 21 ഈ ഒരു ലാസ്റ്റ് റൗണ്ടിൻ്റെ പിന്നെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇതും അതേപോലെ ഓൺലൈൻ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റൗണ്ട് 6 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ജൂലൈ 21. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കംപ്ലീറ്റ് ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സമയം ഒന്നിൻ്റെ ഇടയിലില്ല, നമുക്ക് കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടാവണം. ഇനി NIT ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടാത്തവർക്കുള്ള ഒരു ചാൻസാണ് CSAB അലോട്ട്മെൻറ്റ് എന്ന് പറയും. അതാണ് നമ്മൾ NIT IITസിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അവിടെ ഒരു 2 അലോട്ട്മെൻറ്റ് പ്രോസസ്സും കൂടെ ഉണ്ടാകും. 2 കൗൺസിലിംഗ് പ്രോസസ്സും കൂടെ ഉണ്ട്, അതും കൂടെ അലൗഡ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെയാണ് ജോസയുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കോളേജസും കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യുക, ഇങ്ങനെ IITസിലേക്കോ അല്ലെങ്കിൽ NITസിലേക്കോ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ജോസയുടെ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെയൊക്കെ ഇപ്പോൾ IIT കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടിലും IIT കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു NITയിലേക്ക് പോലും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ IIT നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിറ്റ് ചെയ്യണം. NIT ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടാം, NIT കിട്ടാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഫ്രീസ് ചെയ്യാം. ഇനി അതല്ല, ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ആ NITക്കാർക്ക് എന്തുണ്ടാകും, നമ്മൾ CSABിൻ്റെ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും നല്ലൊരു കോഴ്സിന് സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിലേക്ക് മാറാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് വേറൊരു അഡ്മിഷൻ ഫീസ് 25,000 രൂപ അഡ്മിഷൻ ഫീസ് എടുക്കണം. അതേപോലെ ഒരു കാര്യം കൂടിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയമാകുമ്പോൾ ഇപ്പം നിങ്ങൾ അലോക്കേഷനൊക്കെ എടുത്ത് ഈ ഒരു സമയമാകുമ്പോഴാണ്, ഒരു ജൂലൈ 21 ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാത് IITകൾ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടിയിട്ടുള്ള IITകൾ ഉണ്ടാകും. ആ IITകളുടെ വെബ്സൈറ്റ് നിങ്ങൾ റെഫർ ചെയ്യൽ നിർബന്ധമാണ്. കാരണം ആ IITകളുടെ വെബ്സൈറ്റുകളിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവാം, അവിടെ ഇനി എത്ര ഫീസ് അടയ്ക്കണം. കാരണം NITകളിൽ പെർ ഇയർ 1.5 lakhs ആണ്. 1.5 lakhs എന്നാണ് ഒരു ഓർമ്മ. IITകളിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ IIITകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2.5 lakhs പെർ ഇയർ ആണ് ഫീസ് വരുന്നത്. അപ്പോൾ എന്നാണ് ആ ഫീ അടയ്ക്കേണ്ടത്, എന്നാണ് നിങ്ങൾ കോളേജസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക അതത് IITകളുടെ വെബ്സൈറ്റുകളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതത് IITകളുടെ വെബ്സൈറ്റുകൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാണ് നിങ്ങൾ കോളേജസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവിടുത്തെ ഫീ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ചോയ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. 12-ാം തീയതി വരെ കാത്തു നിൽക്കരുത്. ജൂൺ 9-ന്റെ മുന്നായിട്ട് തന്നെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്യുക. എന്നാലേ 9-11 ആ മോക്ക് അലോട്ട്മെൻറ്റ് വഴി നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഉപകാരപ്പെടും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ടു ദം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ.